ഇത് മാസ് മോട്ടോഴ്സിൻ്റെതാണ്. ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി. നമുക്കതിൻ്റെ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചിട്ട് വന്നിരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളത് വണ്ടി കയറ്റി അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ച്, കാരണം എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ദിവസം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ പിസ്റ്റൺ നല്ല രീതിയിൽ സിലിണ്ടറിനകത്തേക്ക് പിടിച്ചേക്കാണ്. നല്ല സ്ക്രാച്ചസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ പിടിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ക്രാച്ചസ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇവിടേക്ക് ഉരുകി പിടിച്ചേക്കാം സിലിണ്ടറിൻ്റെ ഭാഗത്ത്. അപ്പം നിലവിൽ നമുക്ക് ഈ പിസ്റ്റൺ മൂന്നാമത്തെ ബോറിങ് ചെയ്തിട്ടാണ്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ 3 ബോറിങ്ങാണ് സാധാരണ രീതിയിൽ വരാം. ഇത് മൂന്നാമത്തെ ബോറിംഗ് ആയിട്ടാണ് സിലിണ്ടർ പിസ്റ്റൺ. ഇപ്പോൾ കിടക്കുന്ന പിസ്റ്റൺ മൂന്നാമത്തെ ബോറിങ്ങാണ്. അപ്പോൾ സിലിണ്ടർ സിലിണ്ടർ തന്നെ മൂന്നാമത്തെ ബോറിങ് ചെയ്തേക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിലിണ്ടറിന് വേറെ ഒന്നും ചെയ്യലടക്കില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടിയപ്പോൾ ഈ കണക്ടർ റോഡിനും നല്ല രീതിയിൽ ക്ഷതം വന്നിട്ടുണ്ട്. നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. ഇത് എത്ര ഷെയ്ക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഒന്നോലെ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി പുതിയതിടണം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ സെറ്റ് ചെയ്തിട്ടെങ്കിലും ലേത്തി കൊടുത്ത് സെറ്റ് ചെയ്തതിലും ഇടണം. എപ്പോഴും നല്ലത് ഡാമേജുള്ള ഭാഗങ്ങൾ പാർട്സുകൾ ഡാമേജ് വന്നാൽ അതുമ്മ റിപ്പയർ ചെയ്യാതെ ആ കമ്പനി ഐറ്റം മേടിച്ച് മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ചിലപ്പോൾ ഒരു 10,000 രൂപയൊക്കെ കൂടുതൽ വന്നേക്കും, മറ്റേ റിപ്പയർ ചെയ്തിടണേക്കാളും കൂടുതൽ പൈസ വന്നേക്കും. പക്ഷേ ഏറ്റവും സേഫ് നമുക്ക് അതാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നീട് കറക്റ്റായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ചും സർവീസും ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ആ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം വരില്ല. അത് കറക്റ്റായിട്ട് നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പം നിലവിലിപ്പോൾ ഈ വണ്ടിക്ക് വന്നേക്കുന്ന ഡാമേജ് പറയും, ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് പോയിട്ടുണ്ട്, പിന്നെ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ഉണ്ട്, ഈ വാൽവിനും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും. എക്സോസ്റ്റ് വാൽവൊക്കെ നല്ല രീതിയിൽ ഹീറ്റ് വന്നിട്ട് അതിൻ്റെ ഗൈഡ് കംപ്ലയിൻറ്റ് വരും. അതാണ് കോമൺ ആയിട്ട് വന്ന സാധാരണ രീതിയിൽ വരാറ്. പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകൾക്കും കംപ്ലയിൻറ്റ് ഡാമേജ് പ്ലേ കാണിച്ചിട്ടുണ്ടാവും. ഓയിലില്ലാതെ ഓടുമ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റ് വന്നത് ഏറ്റവും മൂവ്മെൻറ്റ് കൂടുതലുള്ള പാർട്സുകളാണ്. അതായത് ബെയറിങ്ങുകൾ, ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ, അതൊക്കെ എപ്പോഴും വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ പല തവണ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസാണ്. അതേപോലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്, കണക്ടർ റോഡിൻ്റെ ബെയറിങ്, ആ ബെയറിങ്ങുകൾക്കാണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് പറയുക. ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ വന്ന ആ ഭാഗത്താണ്. ഓയിലില്ലാണ്ട് വരുമ്പോൾ ലൂബ്രിക്കേഷൻസ് കുറയും, പെട്ടെന്ന് ഹീറ്റ് ആവുകയും ആ ഭാഗം കംപ്ലയിൻറ്റിലേക്ക് പോവുകയും ചെയ്യും. അതാണ് നിലവിൽ നമ്മുടെ വണ്ടിക്ക് പറ്റിയാണ് കേസ് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടർ കിറ്റ്, വാൽവ് ഗൈഡ്, ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് അടക്കം മാറ്റിയിട്ട് സെറ്റ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ അതിനകത്ത് നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഇടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് ചെയ്തായിരുന്നതാണ്. പക്ഷേ വീണ്ടും റിപ്പീറ്റ് ഓയിൽ ഇവിടെ ലീക്കേജ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഇവിടെ ഉള്ളിലൊരു ബെയറിങ് വന്നുണ്ട്. ആ ബെയറിങ്ങിനും പ്ലേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയും കൂടിയാണ് ആ പ്രോബ്ലം വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ ആ കൂട്ടത്തേക്കൂടെ ആ കംപ്ലയിൻറ്റ്സുകൾ കൂടി ക്ലിയർ ചെയ്തിട്ട് റെഡിയാക്കി പോകണമായിരിക്കും കുറേ കൂടി ബെറ്റർ. ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്തേക്കണതാണ്. ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് കിടക്കണം, വേരിയേറ്റർ ബോഡിയൊക്കെ പുതിയതാണ് കിടക്കണേ. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിയപ്പോൾ വന്ന ഡാമേജാണ് ഇപ്പോൾ നിലവിൽ പറ്റിയായിരുന്നത്. അതായത് ഓയിലില്ലാതെയാണ് വണ്ടി ഓടിയത്. ഈ കഴിഞ്ഞ ദിവസം വണ്ടി പിസ്റ്റൺ പിടിച്ച് നിൽക്കാനും ഇടവന്നത് ഓയിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര എമൗണ്ട് വരുമെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സാപ്പിലിടാം. അത് നമ്മൾ വാറണ്ടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു തരാം. അതായത് 1 ഇയർ വാറണ്ടി, 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യും, പാർട്സുകളും മാറ്റി ചെയ്യുന്ന കേസിൽ കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അത് ഏത് രീതിയിലാണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ പാർട്സുകൾ ഇപ്പോൾ ഓൾറെഡി കിട്ടാനായിട്ടൊരു അല്പം ഡിലേ ഉണ്ടാവും. ഈ സാമ്പത്തിക വർഷാവസാനം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പാർട്സുകളും അവർ കറക്റ്റ് ഓർഡർ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബില്ലിങ് ഓൾറെഡി വൈകിട്ടാണ് ചെയ്യുള്ളൂ. അപ്പോൾ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളതിൻ്റെ ഒരു നമുക്ക് ഡെലിവറി ടൈം പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് അയച്ചു തരാം. നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ.